നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. വീഴ്ചയുടെ 10ാം തരം. SSLC ഫലത്തിലെ അപാകതയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ട് സർക്കാരിന്. എല്ലാ തലത്തിലും വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഫലം പ്രസിദ്ധീകരിച്ച സോഫ്റ്റ്വെയറിൽ തകരാറുണ്ടായിരുന്നു. മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിലും പരീക്ഷാ ഭവനിലും വീഴ്ചയുണ്ടായി. മാർക്കുകൾ രേഖപ്പെടുത്തുന്നതിൽ അലംഭാവമെന്നും റിപ്പോർട്ട്. കുറ്റക്കാർക്കെതിരെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ല. വിശദമായി അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. 3000 വിദ്യാർത്ഥികളുടെ മാർക്കില്ലാതെ ഫലം പ്രസിദ്ധീകരിച്ചത് ഏപ്രിൽ 21-ന്. തിരുത്തിയ ഫലം പ്രസിദ്ധീകരിച്ചത് 4 ദിവസത്തിനു ശേഷം. ഫലപ്രഖ്യാപനത്തിൽ അട്ടിമറിയെന്ന് മന്ത്രിയുടെ ആദ്യ വിശദീകരണം. അപാകതയിൽ ഇത്തവണ ഉണ്ടായത് റെക്കോർഡ് വിജയം. മോദിയെ വിരട്ടാൻ ബന്ദി നാടകം. മാവോയിസ്റ്റ് ഭീതിയിൽ വീണ്ടും ഛത്തീസ്ഗഡ്. സുക്മ ജില്ലയിൽ മാവോയിസ്റ്റുകൾ ബന്ദികളാക്കിയത് 300 ഗ്രാമീണരെ. ബന്ദി നാടകം പ്രധാനമന്ത്രിയുടെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിന് തൊട്ടുമുൻപ്. മോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗ്രാമവാസികളെ ആക്രമിച്ചതായി റിപ്പോർട്ടില്ല. മാവോയിസ്റ്റ് നടപടി ഭീരുത്വമെന്ന് BJP. ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺ സിംഗ്. മോദി ഛത്തീസ്ഗഡിലെത്തിയത് 24,000 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്റ്റീൽ പ്ലാന്റും 140 കിലോമീറ്റർ റെയിൽവേ പാതയും ഉദ്ഘാടനം ചെയ്യാൻ. രാജീവ് ഗാന്ധിക്ക് ശേഷം ദന്തേവാഡ സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി. മോദിയുടെ സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് ദന്തേവാഡയിൽ ഇന്നലെ മുതൽ മാവോയിസ്റ്റ് ബന്ദ്. സുരക്ഷയൊരുക്കാൻ 10,000 പോലീസുകാരും CRPF സൈനികരും. ദന്തേവാഡയിൽ നടക്കുന്നത് കോർപ്പറേറ്റ് പ്രീണനമെന്ന് കോൺഗ്രസ്. ജാഥയിൽ തട്ടി കലഹം മൂക്കുന്നു. UDF മേഖലാ ജാഥകൾ മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി KM മാണി വീണ്ടും. ബാർക്കോഴ അന്വേഷണം കഴിഞ്ഞു മതി ജാഥകൾ എന്ന മാണിയുടെ ആവശ്യത്തിൽ അഭിപ്രായ ഭിന്നത. ജാഥ മാറ്റിവെക്കില്ലെന്ന നിലപാടിലുറച്ച് കോൺഗ്രസ് നേതൃത്വം. സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് കോൺഗ്രസ്. ജാഥ നിശ്ചയിച്ച സമയത്തു തന്നെ നടക്കുമെന്ന് VM സുധീരനും K മുരളീധരനും. ജാഥ മാറ്റിവെക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ 12-ന് UDF യോഗം. ജാഥയിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് KM മാണി. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ KPCC നിർവാഹക സമിതി യോഗം ഇന്ന്. സംഘടനാ തിരഞ്ഞെടുപ്പ് പ്രധാന അജണ്ട. ചർച്ചകൾക്ക് ചൂടുപകരാൻ ബാർക്കോഴ അന്വേഷണവും പാലക്കാട് ഉപസമിതി റിപ്പോർട്ടും. നടപടി മുഖ്യന്റെ കോർട്ടിൽ. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവി പഠിച്ച UDF ഉപസമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക്. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിക്ക് ശുപാർശ. DCC പ്രസിഡന്റ് അടക്കം 4 നേതാക്കൾക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശം. റിപ്പോർട്ടിൽ ദുരൂഹതയെന്ന് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ. വിശദ ചർച്ച അടുത്ത UDF യോഗത്തിൽ. പാലക്കാട്ടെ തോൽവിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ജനതാദൾ സംസ്ഥാന സെക്രട്ടറി ഷേഖ് P ഹാരിസ്. തോൽവിക്ക് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി വേണമെന്ന് JDU. നടപടി ഒഴിവാക്കാൻ കോൺഗ്രസിൽ കടുത്ത സമ്മർദ്ദം. റിപ്പോർട്ടിൽ നിന്ന് DCC പ്രസിഡന്റിന്റെ പേര് നീക്കാൻ ശ്രമം. നടപടിയിൽ കോൺഗ്രസിൽ രണ്ടഭിപ്രായം. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.